ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ്. ഈ കാലയളവിൽ എല്ലാവരും ഇന്ന് പുറത്തോട്ടൊക്കെ പോയപ്പോഴേക്കും ഒത്തിരി ആളുകളെ കണ്ടുമുട്ടുമ്പോഴും എവിടെ ചെന്നാലും സംസാരിക്കുന്ന അല്ലെങ്കിൽ പരാതി പറയുന്ന കേൾക്കുന്ന ഒരു വിഷയമാണ് എന്തൊരു ചൂട്, ഒന്ന് മഴ പെയ്താൽ മതിയായിരുന്നു. ഒരു മഴ കഷ്ടിച്ച് പെയ്ത്, പക്ഷേ അപ്പോൾ എല്ലാവരും വിചാരിച്ച് ഇനി ഭയങ്കര മഴയായിരിക്കും, അല്ലെങ്കിൽ ഇതുപോലത്തെ മഴ പെയ്താൽ ചൂട് കുറയുമെന്ന്. അപ്പോൾ ചൂട് കൂടിയതല്ലാതെ ഒരു കുറവുമില്ല. ഇന്ന് പത്രത്തിൽ വായിച്ചത് ഓർക്കണേണ്, ഈ ഇനിയുള്ള ദിവസങ്ങളിൽ രാത്രി കാലങ്ങളിൽ പോലും ചൂട് ക്രമാതീതമായിട്ട് വർദ്ധിക്കുന്നു. റിനോ ഒരു പ്രതിഭാസം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഭൂമിയും സൂര്യനും തമ്മിലുള്ള ആ അകൽച്ച, നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമെങ്കിൽ ഒന്ന് സെൻഡ് ചെയ്യാവുന്നതാണ്. റിനോ പ്രതിഭാസം എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് ഇതിനെ പറഞ്ഞിരിക്കുന്നത്. ഈ മാസം മുഴുവനും അങ്ങനെ ആയിരിക്കും. ഈ മാസമായാലും അടുത്ത മാസമായാലും ചൂട് തന്നെയാണ്. കൊച്ചുകുട്ടികൾക്കും പ്രമേഹ രോഗമൊക്കെ ഉള്ളവർക്കും വൃദ്ധന്മാർക്കും ഒക്കെ ഒത്തിരി അധികം, നമുക്ക് തന്നെ പറ്റണില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുപ്പക്കാരാണെന്നല്ല അതിൻ്റെ അർത്ഥം. വയസ്സ് 19 ആയി. അപ്പോൾ ചൂട് തന്നെയാണ്. ഞാൻ ഇന്നിപ്പോൾ 2 വീലർ റിപ്പയർ ചെയ്തിട്ട് വരുന്നത് വഴി ഒരാൾ ലിഫ്റ്റ് ചോദിച്ച്, അപ്പോൾ വന്നിറങ്ങുമ്പോൾ ഇങ്ങനെ സംസാരിച്ച കാര്യം ചൂട് തന്നെയാണ്. അപ്പോൾ എനിക്കറിയാവുന്ന ബിൽഡിങ്ങിലാണ് ഹോസ്റ്റലിൽ അദ്ദേഹം താമസിക്കുന്നത്, പുഴയുടെ അടുത്ത് തന്നെയാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞു ഭയങ്കര ചൂടാണ്, കെട്ടിടം മുഴുവൻ പകലത്തെ ചൂടിൽ ചൂട് പിടിച്ച് കിടന്നിട്ട് കിടക്കാനായിട്ട് പറ്റുന്നില്ല. ഇനി AC മറ്റോ എന്തെങ്കിലും കൂളറോ വല്ലതും വെക്കാമെന്ന് പറഞ്ഞാൽ കറണ്ട് ചാർജിൻ്റെ വർധന കൊണ്ട് അവർ സമ്മതിക്കത്തില്ല. അതിൽ ഫാനുണ്ട്, പക്ഷേ ഈ ചൂട് കാറ്റ് തന്നെയാണ്. ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. എല്ലാവരും സർവത്ര ചൂടെന്നും പറഞ്ഞിട്ടാണ് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒന്ന് മഴ പെയ്താൽ ഈ ചൂടൊക്കെ ഒന്ന് തണുക്കാവുന്നതേ ഉള്ളൂ. അതിനുള്ള വചനങ്ങൾ തരികയാണ്. ഈ വചനങ്ങൾ പറഞ്ഞ് ഈ ദിവസം ഒരു 10 പേര് പ്രാർത്ഥിച്ചാൽ മതി, ദൈവം കരുണ കാണിക്കും. ഒരു 10 പേര് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാൽ മതി. അല്ലാതെ എന്തൊരു ചൂടെന്ന് പറയണ്ട. 148 സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ അലർജിയൊക്കെ മാറിപ്പോകും. ചൂട്, ഉഷ്ണരോഗങ്ങൾ, അലർജിയൊക്കെ. ഈ പ്രപഞ്ചം ഇതിലുള്ളതെല്ലാം ദൈവത്തിൻ്റെതാണ്. അപ്പോൾ അതിനോട് താതാത്മ്യപ്പെട്ട് ഈ ചൂട് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ പൊട്ടുവെള്ളരി, കുമ്മട്ടി, അത് പൈനാപ്പിൾ, അതുപോലെയുള്ള ഫ്രൂട്ട്സുകൾ, അതുപോലെ മുരിങ്ങാക്കോലെന്ന് പറയില്ലേ, ഡ്രം സ്റ്റിക്ക്, ഇതൊക്കെ ധാരാളമായിട്ട് വരുന്ന ഒരു സീസണാണ്. ഈ ചൂട് കൊണ്ട് ആവശ്യമായ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൂടുതൽ വിളവ് തരുന്ന, അല്ലെങ്കിൽ ഈ ചൂടിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കാൻ ആവശ്യമായ ഈ ചൂട് കാലത്ത് അതിനാവശ്യമായ ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാം ദൈവം തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഈ ചൂട് കാലത്ത് ഉണ്ടാകുന്ന പലതരം വിളകളിൽപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഇതെല്ലാം. അപ്പോൾ ചൂടിനായാലും തണുപ്പിനായാലും ദൈവത്തിന് പ്രത്യേകം പദ്ധതികളുണ്ട്. അത് നമ്മൾ ഉൾക്കൊള്ളുക. എന്തൊരു ചൂടെന്ന് പറഞ്ഞാൽ ഉള്ളതിനേക്കാൾ ചൂട് കൂടും. അപ്പോൾ ലോകം മുഴുവനും ഒരു കാലാവസ്ഥ വ്യതിയാനത്തിലൂടെയൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഉള്ളതിനെ ആയിരിക്കുന്ന അവസ്ഥയിൽ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പം നമ്മളിന്ന് പ്രാർത്ഥിക്കുന്ന വചനങ്ങൾ 1 രാജാക്കന്മാർ 8-ാം അധ്യായം 35-36 സോളമൻ രാജാവ് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വചനങ്ങളാണ്. അന്നുമുണ്ട് ഇന്നുമുണ്ട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യം. ഇനി മഴ ഒരാഴ്ച ഒന്ന് നീണ്ടു പിടിച്ചാൽ നമ്മൾ പറയും എന്തൊരു മഴയെന്ന് പറയും. ഇതുപോലെ തന്നെയാണ് ചൂടിനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദൈവമേ, ഈ ചൂടിനെ പ്രതി ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ, മഴയെ അയച്ച് ഭൂതലത്തെ അങ്ങ് തണുപ്പിക്കണമേ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കാം. അപ്പോൾ 1 രാജാക്കന്മാർ 8-ാം അധ്യായം 35-36, അതുപോലെ നിയമാവർത്തനം 28-24 അവിടെ പറയുകയാണ്, മനുഷ്യൻ്റെ അധർമ്മവും അനീതിയും മൂലമാണ്, പാപം വർദ്ധിച്ചിട്ടാണ് ഇങ്ങനെ ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നിയമാവർത്തന പുസ്തകത്തിൽ പറയുകയാണ്. വീണ്ടും സങ്കീർത്തനത്തിൽ 65 9-10 വാക്യങ്ങളിൽ മഴ പെയ്യിക്കണമേ എന്ന്
സങ്കീർത്തകൻ പ്രാർത്ഥിക്കുകയാണ്. അതിന് പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റിയ വചനം വീണ്ടും മത്തായി 5:45 വചനം. ദുഷ്ടൻ്റെയും ശിഷ്ടൻ്റെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും മഴ പെയ്യുകയും ചെയ്യുന്ന ദൈവമേ എന്ന് ദൈവത്തിൻ്റെ ആ വചനത്തെക്കുറിച്ച് നമുക്കിവിടെ കാണിച്ചു തരികയാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ 1 രാജാക്കന്മാർ 8-35-36 വാക്യങ്ങളൊന്ന് വായിച്ച് കേൾക്കാം. സോളമൻ രാജാവിൻ്റെ പ്രാർത്ഥനയാണ്. ജനത്തിൻ്റെ പാപം നിമിത്തം ആകാശം അടഞ്ഞ് മഴ ഇല്ലാതായാൽ അങ്ങ് വരുത്തിയ ക്ലേശം കൊണ്ട് അവർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അങ്ങയുടെ നാമം ഏറ്റുപറയുകയും പാപങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്താൽ അങ്ങ് സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന ശ്രവിച്ച് അവിടുത്തെ ദാസരായ ഇസ്രായേൽ ജനത്തിൻ്റെ പാപങ്ങൾ ക്ഷമിച്ച് അവരെ നേർവഴി നടത്തുകയും അവർക്ക് അവകാശമായി കൊടുത്തിരിക്കുന്ന ദേശത്ത് മഴ പെയ്യിക്കുകയും ചെയ്യണമേ. ഈ സ്വർഗങ്ങൾ ഭൂമി മുഴുവൻ ആരുടേതാണ്? ദൈവത്തിൻ്റെത്. ആകാശം എൻ്റെ സിംഹാസനവും ഭൂമി ദൈവത്തിൻ്റെ പാദപീഠവുമാണ്. അപ്പോൾ അധർമ്മങ്ങളും അനീതിയും പാപവും ശത്രുതയും സ്വാർത്ഥതയും അഹങ്കാരവും എല്ലാം വെടിഞ്ഞ് അനുദപിച്ച് പ്രാർത്ഥിച്ചാൽ ദേശത്ത് മഴ പെയ്യിക്കുകയും അവർക്ക് അവകാശമായി കൊടുത്തിരിക്കുന്ന ദേശത്ത് മഴ പെയ്യിക്കുകയും ചെയ്യണമേ. നമ്മൾ കർത്താവിനോട് എളിമയോടുകൂടെ പ്രാർത്ഥിക്കുക. അത്ഭുതം നടന്നിരിക്കും. ഒരുപാട് ദിവസം ഒന്നും കടന്നു പോകേണ്ട കാര്യങ്ങൾ ഇല്ല. വീണ്ടും സങ്കീർത്തനം 65:9-10 വാക്യങ്ങൾ. അവിടുന്ന് ഭൂമിയെ സന്ദർശിച്ച് അതിനെ നനയ്ക്കുന്നു. ഒടേക്കാരനുണ്ട് ഇവിടെ. നനക്കണോ വരൾച്ച വേണോ ആരാ തീരുമാനിക്കുന്നത്? അവിടുന്ന് ഭൂമിയെ സന്ദർശിച്ച് അതിനെ നനയ്ക്കുന്നു. അങ്ങ് അതിനെ അത്യധികം ഫലപുഷ്ടമാക്കുന്നു. ദൈവത്തിൻ്റെ നദി നിറഞ്ഞൊഴുകുന്നു. ദൈവത്തിൻ്റെ നദി ഇതാ സ്വർഗകവാടം തുറന്ന് അവിടുന്ന് അഭിഷേകം വർഷിക്കും. അവിടുന്ന് ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം കൊടുക്കുന്നു, ധാന്യം നൽകുന്നു. അവിടുന്ന് അതിൻ്റെ ഉഴവ് ചാലുകളെ സമൃദ്ധമായിട്ട് നനയ്ക്കുന്നു. ഈ ഭൂമിയിലെ എല്ലാ സർവ്വ സൃഷ്ടിജാലങ്ങൾക്കും ഈ മഴ എന്ന ദൈവത്തിൻ്റെ അനുഗ്രഹം ആവശ്യമാണ്. സമൃദ്ധമായിട്ട് നനയ്ക്കുന്നു, വെറുതെ നനയ്ക്കുകയില്ല. കട്ട ഉടച്ച് നിരത്തുകയും മഴ വർഷിച്ച് അതിനെ കുതിർക്കുകയും ചെയ്യുന്നു. അവിടുന്ന് അതിൻ്റെ മുളകളെ അനുഗ്രഹിക്കുന്നു. അപ്പോൾ ഉടക്കേണ്ടതിനേക്കാൾ ഉടക്കും, നിരത്തേണ്ടതിനേക്കാൾ നിരത്തും. മഴ വർഷിച്ച് അതിനെ കുതിർക്കുകയും ചെയ്യുന്നു. നമ്മളൊരു പാഠം പഠിച്ചതാണ്. പ്രളയവും സുനാമിയൊക്കെ നമ്മളെ പലതും പഠിപ്പിച്ചു. അപ്പോൾ കുതിർക്കേണ്ടതിനെയൊക്കെ കുതിർക്കാനായിട്ട് ദൈവം തിരുമനസ്സാവുമ്പോൾ കുതിർക്കേണ്ടതിനെയൊക്കെ കുതിർക്കും, നനക്കേണ്ടതിനേക്കാൾ നനക്കും. അതുകൊണ്ട് ദൈവമേ മഴ പെയ്ച്ച് ഈ വരൾച്ച മാറ്റിത്തരണമേ. കിണറുകളിലും തടാകങ്ങളിലും പുഴകളിലും എല്ലാം വറ്റി വരണ്ട് കുടിവെള്ളത്തിന് വേണ്ടി പോലും മനുഷ്യർ ക്ഷാമം അനുഭവിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു അമ്മച്ചി വിളിച്ചിട്ട് പറഞ്ഞു കിണറിൻ്റെ താഴ്ച കൂട്ടി. അപ്പോൾ പക്ഷേ ഒത്തിരി അതിൻ്റെ ആഴത്തിൻ്റെ അളവ് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ എന്നിട്ട് പോലും വെള്ളമില്ല. എന്താ കാര്യം? പാവം എന്നൊക്കെ ഇവിടെ വചനത്തിൽ പറയുന്നുണ്ടല്ലോ. എന്താ പാവം? പ്രകൃതിക്കെതിരെ മനുഷ്യൻ ചെയ്യുന്ന ദ്രോഹങ്ങളാ. മുറ്റം മുഴുവൻ കല്ലും കട്ടയിട്ട് ഉള്ള തെങ്ങും മാവും പ്ലാവും എല്ലാം വെട്ടിക്കളഞ്ഞിട്ട് അവിടെ എല്ലാം കോൺക്രീറ്റ് ആക്കി എല്ലാം റൂഫ് ചെയ്തു. ഇപ്പം എന്താ കിടന്നുറങ്ങാൻ വേണ്ടി ചൂട് കുറക്കാനെന്നും പറഞ്ഞ് റൂഫും ചെയ്ത് വെച്ചു. മറ്റേത് പുരയുടെ മുകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് നട്ട് നനച്ച് അങ്ങനെയൊക്കെ ചേർന്ന് ഇപ്പം കംപ്ലീറ്റ് എല്ലാം കവേർഡാക്കി കളഞ്ഞു. ഒരു ചെടി പോലും മുളക്കാൻ അനുവദിക്കുന്നില്ല. പാമ്പ് എന്നൊക്കെ പറയും. പാമ്പ് കയറിയിരിക്കും എന്ന് പറയും. ഈ ഭൂമി പിന്നെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കൃതിയിൽ പറഞ്ഞതുപോലെ ഭൂമിയുടെ അവകാശികൾ. ഈ ഭൂമിയിൽ ഇവിടെ എല്ലാത്തരം ജീവജാലങ്ങൾക്കും അവകാശമുണ്ട്. ഞാനിവിടെ എൻ്റെ വീടിൻ്റെ മുമ്പിൽ ഒരു പ്ലാവ് ഇങ്ങനെ ഉയർന്നപ്പോൾ പലരും പറഞ്ഞു ഇല്ലാത്ത സ്ഥലത്തൂടെയാണ് ഇത് പൊങ്ങി വരുന്നത്, കഷ്ടിച്ച് വെട്ടിക്കള. ഇപ്പം 3 ചക്കയായിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട് എന്ന് മാത്രമല്ല ഏറ്റവും കൂടുതലൊരു തണുപ്പും ആശ്വാസവും ഫാനിട്ടാൽ കിട്ടുന്നതിനേക്കാൾ കൂടുതലൊരു നല്ല തണുപ്പും മയവും കിട്ടുന്നത് ആ മരം അവിടെ ഉള്ളത് കൊണ്ടാണ്. അതുപോലെ അപ്പുറത്ത് ആര്യവേപ്പ് നിൽപ്പുണ്ട്. അതിങ്ങനെ പണിതിരിക്കുന്നതിൻ്റെ ഇടക്കൂടെയൊക്കെ വെട്ടിക്കളയാതെ നിർത്തിയിട്ട് കിഴക്കൻ പ്രദേശത്ത് നിന്ന് ഇവിടെ പ്രാർത്ഥിക്കാനായിട്ടൊക്കെ വന്നവരൊക്കെ പലരും കണ്ടിട്ട് പറഞ്ഞു ബ്രദർ ഈ മരം ഇതിൻ്റെ ഇടക്കൂടി നിർത്തിയേക്കണമല്ല. നമ്മൾ പ്രകൃതിനെ സ്നേഹിക്കണം. മരങ്ങൾക്കും വൃക്ഷങ്ങൾക്കും എല്ലാം വളരാനായിട്ട് അനുവാദം കൊടുക്കണം. ഒരാൾ എന്നോട് പറഞ്ഞത് ബ്രദറെ ചേട്ടാ ഞാൻ ചേട്ടൻ്റെ കാല് പിടിക്കണേ, വെട്ടിക്കളയരുത് കേട്ടോ. ആളുകൾക്ക് അറിയില്ല, ആരോട് പറഞ്ഞാലും ആളുകൾക്ക് മനസ്സിലാവില്ല. കിടന്നുറങ്ങാൻ നിവൃത്തിയില്ല. ചവറ് വീഴണ്, ഇല വീഴട്ടെ,
അതൊക്കെ ഈ പ്രകൃതിയുടെ ഭാഗമാണ്. അപ്പോൾ ഉള്ള മരങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞവരൊക്കെ ഇപ്പം ഓട്ടം പിടിച്ചിരിക്കുക. മണിമാളികകളൊക്കെ ഉണ്ട്, പക്ഷേ AC ഇല്ലാതെ കിടന്നുറങ്ങാൻ നിവൃത്തിയില്ല. പലരുടെയും കീശ കാലിയാവുന്ന അവസ്ഥ. AC-യും എല്ലാം കൂടെ ഇട്ട് വെച്ചിട്ട് AC-യും ഫാനും എല്ലാം കൂടെ ഇട്ടിട്ടും തണുപ്പ് കുറയുന്നില്ല. അത് ഇട്ടാൽ കുറച്ച് നേരം ആശ്വാസം, അത് കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങാനും നിവൃത്തിയില്ല. അപ്പോൾ കാറിലും AC, വണ്ടിയിലും AC എന്ന് പറയുന്നത് അതൊക്കെ തന്നെ. പക്ഷേ നാച്ചുറലായിട്ട് ദൈവം നമുക്ക് തരുന്ന പല സംവിധാനങ്ങളും ഇവിടെയുണ്ട്. വൃക്ഷങ്ങളും ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കുക. വചനപ്രഘോഷണത്തോടൊപ്പം കൂടെ ഇനിയെങ്കിലും ഈ അരുതായ്മകൾ ചെയ്യല്ലേ. വെട്ടി വെളുപ്പിച്ചിട്ട് ചന്നം പിന്നം ഒരു കാരുണ്യം പോലും കാണിക്കാതെ എല്ലാം വെട്ടി വെളുപ്പിച്ചിട്ട് വീട്ടിലെ ഡ്രസ്സ് എല്ലാം ഷീറ്റൊക്കെ ഇട്ടിട്ട് കോൺക്രീറ്റ് കട്ടയും ഇട്ടിട്ട് വെള്ളം മുഴുവൻ റോട്ടിലേക്ക് കൊടുത്തു. അപ്പോൾ ആ പ്രളയത്തിൻ്റെ ഇതൊക്കെ എല്ലാ വീടുകളിലെയും ഈ റോട്ടിലെ കാണകളിലേക്കൊക്കെ എല്ലാവരും ഇതൊക്കെ ബന്ധിച്ചിരിക്കുകയാണ്. മഴവെള്ളം വരുമ്പോൾ എല്ലാം കൂടെ ടാങ്ക് കവിഞ്ഞൊഴുകുന്ന പോലെ ഈ കാണൊക്കെ ഒരു കപ്പാസിറ്റി ഇല്ല. ഇതാ പണ്ടത്തെ പോലെ ഭൂമിയിലേക്ക് ഇറങ്ങുന്നില്ല. കിണറൊക്കെ ഒന്ന് റീചാർജ് ചെയ്ത് നോക്ക്, നല്ല വെള്ളം കിട്ടും. ഭൂമിയിലേക്ക് വെള്ളം ഇറങ്ങാൻ അനുവദിക്കും. ഇപ്പം ഞാൻ താമസിക്കുന്നതിൻ്റെ തൊട്ട് 2-3 പറമ്പ് അപ്പുറം പുഴയാണ്. അപ്പോൾ പുഴയിൽ ഉപ്പുവെള്ളം വരുന്ന സമയത്ത് ഈ പരിസരത്തൊക്കെ എല്ലാവരും പറഞ്ഞ് കിണർ കുത്തിയിട്ട് കാര്യമില്ല, ചൂട് വരുമ്പോൾ അല്ലെങ്കിൽ ഉപ്പുവെള്ളം ഉപ്പുവെള്ളം വരുമെന്ന്. ദൈവം സഹായിച്ച് കുറച്ച് വെള്ളം ഇറങ്ങാനുള്ള ഒരു ചുറ്റുപാടൊക്കെ ആകെ 5 സെൻറ്റേ ഉള്ളൂ. അങ്ങനെ വെച്ചിട്ടുള്ളതും ഉള്ളതും കൊണ്ട് ദൈവം സഹായിച്ച് വേനൽക്കാലം വന്നാലും ഉള്ളത് നല്ല തെളിനീരാണ്. പ്രാർത്ഥിച്ച് ജപമാല എടുത്ത് പ്രാർത്ഥിച്ച്. അപ്പോൾ പണിക്കാർ പറഞ്ഞ് കന്നിമൂല ഓർഡറാന്ന് പറഞ്ഞ്. എൻ്റെ വീട്ടിൽ ഞാൻ തമ്പുരാനോട് ആലോചന ചോദിച്ച് കാണിച്ചു തരുന്ന സ്ഥലത്ത് കുത്താൻ പറ്റുമെങ്കിൽ കുത്തിയാൽ മതി. കുത്തി എല്ലാവരും പറഞ്ഞ് ഇതെന്താ പഠിച്ചിട്ടുണ്ടോ, ഇതെങ്ങനെ നല്ല വെള്ളം കിട്ടിയല്ല. ഈ പരിസര പ്രദേശത്ത് ആർക്കും ഇത്രയും നല്ല വെള്ളം കിട്ടുന്നില്ല എന്ന് വന്ന് നോക്കിയവരൊക്കെ പറഞ്ഞ അവസ്ഥ ഇപ്പോഴും ഉണ്ട്. ആവശ്യത്തിന് ഇനി പൈപ്പ് വെള്ളം കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ വേണമെങ്കിൽ അതിൽ നിന്ന് മെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്രകൃതിക്കനുസരിച്ചും ദൈവികമായ ചില സംവിധാനങ്ങളെ തകർത്ത് കളയാതെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ടെന്നും പറഞ്ഞ് തല്ലിക്കെടുത്തി നമ്മൾ കളയരുത്. അപ്പോൾ വീണ്ടും മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ 44-ഉം 45-ഉം വാക്യങ്ങൾ നമ്മൾ പലതവണ കേട്ടിട്ടുള്ള പ്രാർത്ഥിച്ചിട്ടുള്ള വചനം. 45-ാമത്തെ വാക്യം, അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്വനായ പിതാവിൻ്റെ മക്കളായിത്തീരും. അവിടുന്ന് ശിഷ്ടരുടെയും ദുഷ്ടരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്യ്ക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ദൈവം ദുഷ്ടനെ ശിഷ്ടൻ്റെ മേൽ ഒരുപോലെയാണ് മഴ പെയ്യ്ക്കുന്നത്. നമ്മളാണെങ്കിൽ ചന്നം ഭിന്നം വെട്ടിപ്പറിച്ച് മരവും കാർന്നന്മാരൊക്കെ ഉണ്ടാക്കിയതും വെച്ചതും ഒരു ദാക്ഷിണ്യം ഇല്ലാതെ തെങ്ങിൻ്റെ കാര്യം പറയാനില്ല. എന്നിട്ട് തേങ്ങ കിട്ടുന്നത് വല്ലതും നല്ലതാണോ? ഒരു നല്ല തേങ്ങ പോലും നമുക്ക് ആ പഴയ ക്വാളിറ്റി ഒന്നും കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനില്ല. നാടൻ തേങ്ങയൊന്നും കിട്ടാനില്ല. മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് തമിഴ്നാടൻ തേങ്ങയൊക്കെയാണ് വരുന്നത്. കേരളത്തിൻ്റെ നാടാണ്. കേര ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനും എല്ലാം അതിനുവേണ്ടിയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ കേരം നിർത്താൻ തയ്യാറില്ലെങ്കിൽ ഇതെന്താ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ഇടയ്ക്ക് ഇതെന്താണെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കണം. മാർപ്പാപ്പ പോലും സഭ പോലും നമ്മളോട് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച്, നമ്മൾ ഏത് സഭാവിഭാഗത്തിൽ പെട്ടവരായാലും ഏത് മതത്തിലും ജാതിയിലും പെട്ടവരായാലും നമുക്ക് ഈ പ്രകൃതിയെ സ്നേഹിക്കാതെ ഈ പ്രകൃതിയും കൂടെ ഇല്ലാതെ ഇവിടെ ഒറ്റത്തടിയായിട്ട് ജീവിക്കാനൊന്നും സാധ്യമല്ല. അതുകൊണ്ട് ഇനിയുള്ള മരങ്ങളെങ്കിലും വെട്ടിപ്പറിച്ച് കളയാതിരിക്കുക. ഒരു കരുണ കാണിക്ക്. 2 തൈ വെച്ച് പിടിപ്പിക്കുക. വീണ്ടും എസെക്കിയേൽ 28-24 പറയുന്നുണ്ട്, കർത്താവ് നിന്റെ ദേശത്ത് മഴയ്ക്ക് പകരം പൊടിയും പൂഴിയും വർഷിക്കും. നീ നശിക്കും വരെ ആകാശത്ത് നിന്ന് അവ നിന്റെ മേൽ പതിക്കും. എൻ്റെ അമ്മോ, കണ്ട, മനുഷ്യൻ ദൈവത്തിനെതിരെ വെച്ചാൽ ദൈവം ക്ഷമിക്കും. പക്ഷേ പ്രകൃതിക്കെതിരെ പ്രവർത്തിച്ചാലാ അത് തിരിച്ചടി കിട്ടും. അതാണ് നേരത്തെ പറഞ്ഞ പ്രളയവും സുനാമിയൊക്കെ നമുക്ക് തന്ന പാഠങ്ങൾ. ദൈവം ക്ഷമിക്കും, കരുണ കാണിക്കും. പക്ഷേ മനുഷ്യനെതിരെ മനുഷ്യൻ ദ്രോഹങ്ങൾ ചെയ്യരുത്. ഈ ബോധ്യം നമുക്ക് ഉണ്ടാകട്ടെ. പ്രകൃതിക്കെതിരെ മനുഷ്യൻ ദ്രോഹം ചെയ്യരുത്. പ്രകൃതിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. മറ്റ് വൃക്ഷ സസ്യ ഫല ജന്തു വർഗ ചരാചരങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി ഈ നാളുകളിൽ നമ്മൾ കാണുന്നുണ്ട്. അതിനേക്കാൾ കാട്ടിലെ മൃഗങ്ങളൊക്കെ നാട്ടിലിറങ്ങി നാശനഷ്ടങ്ങൾ വരുത്തുന്നതായിട്ടൊക്കെ നമ്മൾ പത്രങ്ങളിലൂടെയൊക്കെ വായിക്കുന്നുണ്ട്. ആളെ കൊല്ലുന്നുണ്ട്, അപകടങ്ങൾ വരുത്തുന്നുണ്ട്, അനർത്ഥങ്ങൾ പലതും സംഭവിക്കുന്നുണ്ട് എന്ന്. അപ്പോൾ ഈ തിരിച്ചറിവ് നമുക്ക്
ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്ന് കേട്ട ഈ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിക്കാം. ഒന്നും കൂടെ പറയാണ്. 1 രാജാക്കന്മാർ 8:35-36 വാക്യം, സങ്കീർത്തനം 65 9-10 വാക്യം, മത്തായി 5:44-45 വചനങ്ങൾ. ഈ വചനം വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേലും ഈ ഭൂമിയിലെ എല്ലാ ചരാചരങ്ങളുടെ മേലും ഉണ്ടാകും. വീണ്ടും 1 രാജാക്കന്മാർ 18-ാം അധ്യായം 41 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ കൂടെ വായിക്കുന്നത് നല്ലതാണ്. 1 രാജാക്കന്മാർ 18-ാം അധ്യായം 41, അതും കൂടെ ഒന്ന് നോട്ട് ചെയ്തേക്കണേ. അനന്തരം ഏലിയ അഹാബിനോട് പറഞ്ഞു, പോയി ഭക്ഷണപാനീയങ്ങൾ കഴിക്കുക, വലിയ മഴ വരുന്നു. അഹാബ് ഭക്ഷണപാനീയങ്ങൾ കഴിക്കാൻ പോയി. ഏലിയ കാർമൽ മലയുടെ മുകളിൽ കയറി. അവർ മുട്ടുമടക്കി നിലം വരെ കുനിഞ്ഞ് മുഖം മുട്ടുകൾക്കിടയിലാക്കി, പ്രവാചകൻ ചെയ്യുന്ന കാര്യമാണ് ഈ പറയുന്നത്, ഇരുന്നു. അവൻ ഭൃത്യനോട് പറഞ്ഞു, പോയി കടലിലേക്ക് നോക്കുക. അവൻ ചെന്ന് നോക്കിയിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു. വീണ്ടും അവനോട് പറഞ്ഞു, 7 പ്രാവശ്യം ഇങ്ങനെ ചെയ്യുക. 7-ാം പ്രാവശ്യം, 7 എന്ന് പറയുമ്പോൾ ഒരു പൂർണ്ണതയുള്ള സംഖ്യയാണ്. നമ്മൾ കാണുന്നുണ്ട് 7 70 പ്രാവശ്യം ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ട്, അല്ലേ? 7-ാമത്തെ ദിവസം ദൈവം വിശ്രമിച്ചു എന്ന് പറയും. അപ്പോൾ ഇവിടെ പറയുകയാണ് 7 ഒരു പൂർണ്ണതയുടെ സംഖ്യയാണ് എന്ന് പറഞ്ഞാൽ എണ്ണമില്ലാത്ത അത്ര അളവറ്റ തവണ 7 പ്രാവശ്യം ഇങ്ങനെ ചെയ്യുക. 7-ാം പ്രാവശ്യം അവൻ പറഞ്ഞു, ഇതാ കടലിൽ നിന്ന് മനുഷ്യകരത്തോളമുള്ള ചെറിയ ഒരു മേഘം പൊന്തി വരുന്നു. ഏലിയ അവനോട് പറഞ്ഞു, മഴ തടസ്സമാകാതിരിക്കാൻ രഥം പൂട്ടി പുറപ്പെടുക. നൊടിയിടയിൽ ആകാശം മേഘാവൃതമായി കറുത്തിരുണ്ടു. കാറ്റ് വീശി വലിയ മഴ പെയ്തു. വലിയ മഴ. കർത്താവായ യേശുവേ, വചനത്തിൻ്റെ അഭിഷേകത്താൽ കർത്താവായ ദൈവമേ, പരിശുദ്ധാത്മാവിലൂടെ വലിയ മഴയെ അയച്ച് ഉഷ്ണത്തിന് ശമനം നൽകണമേ. കർത്താവേ, ഫലവൃക്ഷങ്ങൾക്കും ചെടികൾക്കും ജന്തുജീവജാലങ്ങൾക്കും പക്ഷിവർഗങ്ങൾക്കും എല്ലാം കർത്താവേ, ഈ വരൾച്ച മൂലമുള്ള കെടുതികളിൽ നിന്ന് രക്ഷ നേടാനും അഭയം നേടാനും ആശ്വാസം കിട്ടാനും ദാഹം ശമിപ്പിക്കാനും മഴയെ പെയ്യിപ്പിക്കണമേ. വലിയ മഴ പെയ്യട്ടെ. ദൈവമായ കർത്താവേ, സ്വർഗ ആകാശ കവാടം തുറന്ന് മഴയെ പെയ്യിക്കണമേ. മഴ പെയ്യുന്നതിനുള്ള തടസ്സങ്ങൾ യേശുനാമത്തിൽ വിട്ടുപോകട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ. ദേശത്തിൻ്റെ മേലുള്ള ആധിപത്യം തകരട്ടെ. ദൈവമേ, ആകാശം അടച്ച് കളയരുത്. യേശുവിൻ്റെ തിരക്തം കൊണ്ട് ഞങ്ങളുടെ ദേശത്തെ ജനങ്ങളെ, നാനാജാതി മതസ്ഥരെ കഴുകണമേ. ദൈവത്തെ മറന്ന് ജീവിക്കുന്നവർക്കും ദൈവത്തെ തള്ളിപ്പറയുന്നവർക്ക് വേണ്ടിയും വ്യഗ്രത കൊണ്ട് ജീവിക്കുന്നവർക്കും പ്രാർത്ഥനയില്ലാത്ത മനുഷ്യർക്കും കൗദാശിക ജീവിതമില്ലാത്തവർക്കും വേണ്ടി കർത്താവിൻ്റെ തിരുരക്തത്തെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ തിരുരക്ത കരുണക്കടലിൽ മുക്കി ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. കർത്താവേ, ദാസൻ മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന ശ്രവിക്കുന്ന, ഷെയർ ചെയ്യുന്ന, ഇതോടൊപ്പം അനുഭാവപൂർവ്വം പ്രാർത്ഥിക്കുന്നവരെ എല്ലാം അനുഗ്രഹിക്കണമേ. ഒന്നു ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനേകം മക്കൾ പ്രാർത്ഥിക്കുന്നു. ഇത് ഷെയർ ചെയ്യുന്ന, പങ്കുവെക്കുന്ന, പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. ഭൂമി വറ്റി വരണ്ടിരിക്കുകയാണ്. ജലനിരപ്പ് താഴ്ന്നിരിക്കുകയാണ്. കിണറുകളിൽ വെള്ളം ഉണ്ടാകുന്നതിന് വേണ്ടി, ജലനിരപ്പ് വർദ്ധിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയ, 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 ഹാലേലൂയ. യേശുവേ നന്ദി. യേശുനാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, തിരുരക്തം ഒഴുകട്ടെ, പരിശുദ്ധാത്മാവ് നിറയട്ടെ. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ വർഷിക്കപ്പെടട്ടെ. മഴ പോലെ വർഷിക്കപ്പെടട്ടെ. ഹാലേലൂയ. മഴ തടസ്സമാക്കാതിരിക്കാൻ 1 രാജാക്കന്മാർ 18:41-46 തുടർന്നുള്ള വചനങ്ങളാണ്. രഥം പൂട്ടി പുറപ്പെടുക. നൊടിയിടയിൽ ആകാശം മേഘാവൃതമായി കറുത്തിരുണ്ടു. കാറ്റ് വീശി വലിയ മഴ പെയ്തു. തീക്ഷ്ണമായ പ്രാർത്ഥനയാൽ മഴ പെയ്ച്ച ആ ഏലിയായുടെ മാധ്യസ്ഥം നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ ഏലിയ പ്രാർത്ഥിച്ചതുപോലെ, പ്രവാചകനായ ഏലിയ പ്രാർത്ഥിച്ചതുപോലെ കർത്താവ് 10 പേര് അല്ലെങ്കിൽ ഒരാൾ മനസ്സോടെ, എളിമയോടെ, ബുദ്ധിയിൽ, അഹങ്കാരത്തിൽ, സംശയ മനസ്ഥിതിയിൽ, കളിയാക്കലിൽ പോകാതെ പ്രാർത്ഥിക്കുക. ഈ പ്രപഞ്ചം ഇതിലുള്ളതെല്ലാം തിരിച്ചു കൊണ്ടിരിക്കുന്നത്, എല്ലാം നിയന്ത്രിക്കുന്നത് ദൈവമാണ്. ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. എല്ലാ തടസ്സങ്ങളും, എല്ലാ കവാടങ്ങളും തുറന്ന് തടസ്സങ്ങൾ നീങ്ങട്ടെ. ഹാലേലൂയ. യേശുവേ നന്ദി. ഈ ഭവനം അനുഗ്രഹിക്കപ്പെടട്ടെ. ഞങ്ങളുടെ കോമ്പൗണ്ട് അനുഗ്രഹിക്കപ്പെട്ടെ. ഈ ദേശം അനുഗ്രഹിക്കപ്പെട്ടെ. 4 ദിക്കുകളുടെ മേലും കുരിശടയാളം വരച്ച് എല്ലാ ബന്ധനങ്ങളും മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ തിരക്തത്താലെ കഴുകണമേ. ഒരു ഉഷ്ണരോഗങ്ങൾ, വരൾച്ച മൂലമുള്ള പ്രയാസങ്ങൾ,
എത്ര വെള്ളം കുടിച്ചിട്ടും തൃപ്തി വരാത്ത, എത്ര വെള്ളം കുടിച്ചിട്ടും കർത്താവെ ആർത്തി മാറാത്ത, ഉഷ്ണം ശമിക്കാത്ത അവസ്ഥകൾക്ക് ശമനം കൊടുക്കണമേ. എന്തൊരു ചൂടെന്നുള്ള ചിന്ത മാറ്റിക്കൊണ്ട് എത്രയും പെട്ടെന്ന് നന്ദി സ്തുതിയും പറഞ്ഞ് പ്രാർത്ഥിക്കാൻ മഴ പെയ്യിക്കണമേ. ഹാലേലൂയ, ഹാലേലൂയ. യേശുവേ, ഈ വചനം പറഞ്ഞു പ്രാർത്ഥിക്കുന്ന എല്ലാ വ്യക്തികളും കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെട്ടെ. 1 രാജാക്കന്മാർ 18:41 മുതൽ 46 വരെയുള്ള വചനത്തിൻ്റെ അഭിഷേകം വന്ന് നിറയട്ടെ. കർത്താവെ, അഭിഷേകം നിറയട്ടെ. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. യേശുവേ നന്ദി. സങ്കീർത്തനം 65:9-10 വചനത്തിൻ്റെ അഭിഷേകം നിറയട്ടെ. 1 രാജാക്കന്മാർ 8:35-36 വചനത്തിൻ്റെ അഭിഷേകം നിറയട്ടെ. മഴ പെയ്യിക്കണമേ, കാർമേഘത്തെ വർഷിക്കണമേ, തടസ്സങ്ങൾ നീങ്ങിപ്പോകട്ടെ. ദൈവമേ, സ്വർഗ കവാടങ്ങൾ തുറക്കണമേ, കരുണ തോന്നണമേ, യേശു നാമത്തിൻ്റെ മഹത്വം വെളിപ്പെടണമേ. ഹാലേലൂയ. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മാലാഖമാരുടെ സഹായം സംരക്ഷണം നൽകണമേ. കിട്ടിയതായിട്ട് കണ്ട് നന്ദി പറഞ്ഞു പ്രാർത്ഥിച്ചാൽ നമ്മുടെ കിണറുകൾ അഭിഷേകം ചെയ്യപ്പെടും. വറ്റി വരണ്ട ഭൂമിയിലേക്ക് ദൈവകൃപ ഒഴുകി വരും. വെള്ളത്തിൻ്റെ ടാങ്കുകളിലെ ആ വരൾച്ചകളൊക്കെ മാറിപ്പോകും. നീർത്തടങ്ങളെ ദൈവം അനുഗ്രഹിക്കും. നല്ലൊരു തീരുമാനമെടുക്കുക. പ്രകൃതിക്കുള്ള എതിരെയുള്ള ദ്രോഹങ്ങൾ അവസാനിപ്പിക്കുക. ഒരു തയ്യെങ്കിലുമൊക്കെ നട്ട്, ഒരു സൽക്രിയായിട്ട് അതൊക്കെ നട്ടുപിടിപ്പിക്കാം. വൃക്ഷങ്ങളെയും മരങ്ങളെയൊക്കെ നമുക്ക് സ്നേഹിക്കാം. അവ നമുക്ക് എത്രമാത്രം ആശ്വാസവും തണലും ആണ് തരുന്നത്. ഇതാ നല്ല കാലാവസ്ഥ നൽകി ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. സാക്ഷ്യപ്പെടുത്താൻ തക്ക രീതിയിൽ ദൈവകൃപ ദൈവം വർഷിച്ചിരിക്കും. എനിക്കുറപ്പാണ്. ദൈവമേ നന്ദി. യേശുവേ